യെസ്. ആ താനോ? വളരെ എന്ത് പരിപാടിയാണ് കാണുമെന്ന് പറഞ്ഞു? താൻ കുറച്ച് നാൾ മുന്നേ ആ ഒരു റൂംമേറ്റിൻ്റെ കേസ് പറഞ്ഞത്, അതൊക്കെ എന്ത് പറ്റി? ഇയാളുടെ ഫോട്ടോയോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ ഇത്? ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം, അതിലുണ്ടോ നോക്കാം. ഇതാണോ ഇത്? ഇത് ഇത് ഒന്ന് സാർ, ഡേവിഡിൻ്റെ കേസ് നമുക്ക് ലീഡ് കിട്ടിയിട്ടുണ്ട്. സാർ ഒന്ന് ലാബിലോട്ട് ഇറങ്ങാൻ പറ്റിയിരുന്നേ? ഷുവർ സാർ, താങ്ക് യു. തനിക്ക് പിന്നെ ആരാണെന്ന് മനസ്സിലായോ? താൻ വായിച്ചാണല്ലോ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലെ നടക്കുന്ന ഓരോ സ്വഭാവങ്ങളും കൊലപാതകങ്ങളെ കുറിച്ച്. ഈ ക്രൈംസിൻ്റെ എല്ലാം ഒരു കോമൺ ഫാക്ടർ പുലർച്ചെ 2:30. ഇത് തന്നെയാണ് നമ്മുടെ പോലീസിനെ കുഴപ്പത്തിലാക്കിയത്. ഈ 6 സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് ഒരാൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഡേവിഡ്. ആഫ്റ്റർ ഓൾ ഹീസ് എ ഫോണോമാനിയക്. ഞങ്ങളുടെ ഈ മെഡിക്കൽ ടേംസിൽ പറയുവാണെങ്കിൽ ഹോമിസൈഡൽ ടെൻഡൻസി എന്നൊക്കെ പറയും. മറ്റൊരു കാരണമോ മുൻവൈരാഗ്യമോ ഇല്ലാതെ ചെയ്യുന്ന കൊല. അതായത് ഇവർക്കൊരു മോട്ടീവ് വേണ്ട ഒരു ക്രൈം നടത്താൻ. അതൊന്നും നിങ്ങളോട് പറഞ്ഞ പേരല്ലേ, ബട്ട് ഇറ്റ്സ് ഒറിജിനൽ നെയിം ഈസ് ഡേവിഡ്. പല പേരിലും പല വേഷങ്ങളിലുമായിട്ടാണ് അവൻ ഈ 6 ക്രൈംസ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു പക്ഷേ ഇയാൾ ആദ്യം കമ്മിറ്റ് ചെയ്ത ക്രൈമിന് ഒരു മോട്ടീവ് ഉണ്ടായേക്കാം. അതറിയണമെങ്കിൽ നമുക്ക് ഇവനെ കൈ കിട്ടുക തന്നെ ചെയ്യണം.